അധ്യായം 23. ഇത് ചതിയാണോ? അല്ല, നീ ഏതാ? സാം ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അയാളെയും സൂര്യയെയും നോക്കി. അത് കണ്ട സാമിന് ദേഷ്യം കൂടി. പിടിച്ചു പുറത്താക്കടോ ഇവളെ, സാം അലക്സ് ആജ്ഞാപിച്ചു. സർ, ഞാൻ ന്യൂ ജോയിനിയാണ് നീലിമ, അവൾ ഉടനെ പറഞ്ഞു. അത് കേട്ട് സാം ഒന്ന് അടങ്ങി. കാരണം കമ്പനിയുടെ ഓണർ നിയമിച്ച ആളായിരിക്കാം നീലിമ എന്ന് അയാൾക്ക് ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഓ അല്ല, അതിന് നിനക്കെന്തെന്റെ കബിലിന്റെ കാര്യം? സാം അലക്സ് ചോദിച്ചു. അത് സർ, എനിക്ക് സാറിന്റെ ഒരു സൈൻ വേണമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോഴേക്ക് അവളുടെ മുഖത്ത് ഭവ്യത ഉണ്ടായിരുന്നു. സൂര്യ സാമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവനെ ഇപ്പോൾ വിട്ടാൽ പിന്നെ കയ്യിൽ കിട്ടാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കി സാം അലക്സ് നീലിമയെ നോക്കി. അവൾ അയാൾക്കെതിരെയുള്ള കസേരയിൽ കയറിയിരുന്ന് മുറിയിലാകെ കണ്ണോടിക്കുകയായിരുന്നു. സാമിന് അവളെ ഉടനെ അവിടെ നിന്നും പറഞ്ഞു വിടാൻ തോന്നി. ഏതിലാ സൈൻ വേണ്ടത്? വേഗെടുത്ത് തൊലക്ക്, സാം അലക്സ് പറഞ്ഞു. നീലിമ അത് കണ്ട് പുച്ഛത്തോടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഒരു ഫയൽ സാമിന് നേർക്ക് നീട്ടി. അയാളത് വായിച്ചു പോലും നോക്കാതെ ഒപ്പുവെച്ച് തിരികെ നൽകി. നീലിമ ഫയലെടുത്ത് സൈൻ എല്ലായിടത്തും കൃത്യമായി പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അവൾ സൈൻ കിട്ടിയിട്ടും അവിടെ നിന്നും പോവാത്തത് കണ്ട സാം അവളെ നോക്കി. ഇനിയെന്താ? സാം അലക്സ് ചോദിച്ചു. നത്തിങ് സർ, സാറിന്റെ ജോലികൾ നടക്കട്ടെ. അപ്പൊ ശരി, നീലിമ അതും പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അവൾ ഇറങ്ങിപ്പോയാൽ സാം മോശമായി വീണ്ടും തന്നോട് പെരുമാറുമെന്ന് സൂര്യക്ക് ഭയം തോന്നി. അവൻ ദയനീയമായി നീലിമയെ നോക്കി. നീലിമ ആരെയും ശ്രദ്ധിക്കാതെ ക്യാബിന്റെ ഡോറിന്റെ അരികിൽ ചെന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. അപ്പോ ഞാൻ പോട്ടെ സാം അലക്സ്? നീലിമ ചോദിച്ചു. അവളുടെ മുഖത്ത് അല്പം മുമ്പേ ഉണ്ടായിരുന്ന ഭവ്യത ഉണ്ടായിരുന്നില്ല. സാം അലക്സ് അത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അയാളൊന്നും ചോദിച്ചില്ല. അയാളുടെ മനസ്സിൽ സൂര്യയെ എങ്ങനെയെങ്കിലും തന്റെ വരുതിയിൽ എത്തിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. നീലിമ ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ സൂര്യയെ തന്റെ ആഗ്രഹത്തിന് സമ്മതിപ്പിക്കാമായിരുന്നു. അതിന് അവന്റെ സഹോദരിയുടെ അസുഖകാര്യം വീണ്ടും എടുത്തിട്ടാൽ മതിയാകും. സാം ചിന്തിച്ചു. ഒന്ന് പോയി തരോ, സാം അലക്സ് പറഞ്ഞു. അപ്പോൾ വാതിലിൽ നിന്നിരുന്ന നീലിമ സൂര്യയുടെ നേർക്ക് നോക്കി. അവൻ അവളെ തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, നീ എന്ത് കാണാൻ നിൽക്കുക സൂര്യ? ഇവിടെ വാ, പോവാം, നീലിമ ഉടനെ പറഞ്ഞു. യാതൊരു മുഖവിരയുമില്ലാതെ നീലിമ അങ്ങനെ പറഞ്ഞപ്പോൾ സൂര്യയേക്കാൾ ഞെട്ടൽ സാം അലക്സിന്റെ മുഖത്തായിരുന്നു. അല്ല, അവനെന്തിനാ വരുന്നത്? സാം പതർച്ചയോടെ ചോദിച്ചു. അവനെ വിട്ടുകൊടുക്കുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതെന്തേ സാം? അപ്പോ നിങ്ങൾ ഈ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാറില്ലേ? നീലിമ ചോദിച്ചു. അവളുടെ കൂസലില്ലാത്ത സംസാരം കേട്ട് സാം ഒന്ന് പതറി. പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇവൻ എന്റെ ടീമിലെയാണ്. മിസ് നീലിമയ്ക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ടീമിൽ ഇവനില്ല. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല മിസ്റ്റർ സാം. സൂര്യ ഞങ്ങളുടെ ടീമിലാണിനി. മാത്രമല്ല, ഞാനാണിനി അവനെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്, നീലിമ പറഞ്ഞു. എന്താ? അപ്പൊ ഇത്രയും കാലം ഞാനല്ലേ അവനെ ഗൈഡ് ചെയ്തത്? പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ സൈനില്ലാതെ നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോവാനും കഴിയില്ല, സാം അലക്സ് പറഞ്ഞു. അത് കേട്ട് നീലിമ ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള ഫയൽ അയാൾക്ക് നേരെ നീട്ടിക്കാണിച്ചു. ഇതിൽ സൈൻ ചെയ്തത് താങ്കൾ തന്നെയല്ലേ സാം? അപ്പോ എത്ര ബോധമില്ലാതെയാണോ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നത്? നീലിമ ചോദിച്ചു. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം സാം അലക്സ് തിരിച്ചറിയുന്നത്. മിസ് നീലിമ, ഇത് ചതിയാണോ? അയാൾ പറഞ്ഞു. എന്ത് ചതി സാം? ഒരു ഫയൽ തന്നാൽ മിനിമം അത് വായിച്ചു നോക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിലെനിക്കെന്ത് ചെയ്യാൻ കഴിയും? സാമിനെ നോക്കി നീലിമ ചോദിച്ചു. അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സൂര്യ. അവന്റെ കയ്യിൽ നിന്നും ചോര പൊടിയുന്നുണ്ട്. സാം അലക്സുമായുള്ള മൽപ്പിടുത്തത്തിൽ എപ്പോഴും ഉണ്ടായ മുറിവിൽ നിന്നാണത്. നീലിമ അവന്റെ കയ്യിലേക്ക് നോക്കി. സൂര്യ, കയ്യിൽ മുറിവുണ്ടല്ലോ, എന്തു പറ്റിയതാ? നീലിമ ചോദിച്ചു. അത് അത് സൂര്യ കാര്യം പറയാതെ സാം അലക്സിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. നീലിമയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. വാ, പോവാം, സൂര്യയോട് നീലിമ പറഞ്ഞു. സാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ സൂര്യ അവൾക്ക് പിന്നാലെ നടന്നു. പെട്ടെന്ന് സാം എഴുന്നേറ്റ് വന്ന് അവരെ തടഞ്ഞു. നോക്ക് നീലിമ, സൂര്യ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? പ്ലീസ് അവനെ വിട്ടേക്ക്, സാം അലക്സ് പറഞ്ഞു. ഇത് നിങ്ങളുടെ തറവാടൊന്നുമല്ല ഇങ്ങനെ സെന്റി കാണിക്കാൻ. പിന്നെ സൂര്യ എനിക്ക് വിട്ടു തന്നത് ടീം പ്രതാപ് സാറാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പോയി പറയും. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. സോ മേലുദ്യോഗസ്ഥർ അനുസരിച്ചേ മതിയാകൂ, നീലിമ പറഞ്ഞു. അത് കേട്ട് സാം അലക്സിന്റെ നിയന്ത്രണം വിട്ടു. എന്നെ പറ്റിച്ച് എന്റെ ഒപ്പം മേടിച്ചെന്ന് വെച്ച് എന്റെ ടീമിലെ എഫിഷ്യന്റായ ആർട്ടിസ്റ്റിനെ എനിക്ക് വിട്ടുതരാൻ കഴിയില്ല, അയാൾ പറഞ്ഞു. താൻ വിട്ടു തന്നാലും ഇല്ലെങ്കിലും സൂര്യയെ ഞാൻ കൊണ്ടുപോകും. വല്ലതും പറയാനുണ്ടേൽ അത് മുകളിലുള്ളവരോട് പറഞ്ഞാൽ മതി. നീലിമ വീണ്ടും സൂര്യയെ കൂട്ടി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ സാം അലക്സ് സമ്മതിച്ചില്ല. നോക്ക് നീലിമ, നിങ്ങൾക്ക് ഞാൻ എന്റെ ടീമിലെ വേറൊരാളെ തരാം. ആ നവീൻ ഇവനെപ്പോലെ തന്നെ മിടുക്കനാ. സൂര്യയെ എനിക്ക് വേണം, സാം അലക്സ് പറഞ്ഞു. സൂര്യ അത് കേട്ട് നീലിമ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി. സത്യാണോ? നീലിമ അത്ഭുതം ഭാവിച്ചു. അത് കേട്ട് സാം അലക്സ് ഉത്സാഹത്തോടെ പറഞ്ഞു. അതെ, നവീനെ ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് തരാം.
സാം അലക്സ് പറഞ്ഞത് കേട്ട് നീലിമ ചിരിച്ചു. അവളുടെ ഭാവം കണ്ടപ്പോൾ തന്നെ അവനെ രക്ഷിക്കില്ല എന്നും നവീനെ അവരുടെ ടീമിൽ എടുക്കുമെന്നും സൂര്യയ്ക്ക് തോന്നി. അവന്റെ മുഖം വാടി. സാം അലക്സ് അപ്പോൾ സൂര്യയെ അടിമുടി നോക്കി നിൽക്കുകയായിരുന്നു. കാമം അയാളെ ഭ്രാന്തനാക്കുന്നത് നീലിമ പുച്ഛത്തോടെ നോക്കി. നവീൻ അയാളുടെ ടീമിലെ മികച്ച ആർട്ടിസ്റ്റ് തന്നെയാണ്. പക്ഷെ അവന് സൂര്യയേക്കാൾ കഴിവൊന്നുമില്ല. സാം അലക്സിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് മാത്രമാണ് നവീൻ ആ കമ്പനിയിൽ പിടിച്ചു നിൽക്കുന്നതെന്നെല്ലാം നീലിമ മുൻപേ മനസ്സിലാക്കിയിരുന്നു. സാം, എനിക്ക് സൂര്യയെ മതി. പ്രതാപ് സാർ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി സൂര്യയെ ട്രെയിൻ ചെയ്യിക്കുക എന്നതാണ്. നവീനെ താൻ തന്നെ എടുത്തോ? മുഖത്തടിച്ചതുപോലെയായിരുന്നു നീലിമയുടെ സംസാരം. അത് കേട്ട സാം അലക്സിന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. നോക്ക് നീലിമ, ഞാൻ പറഞ്ഞല്ലോ ഇവനെ ഞാനാ ഗേഡ് ചെയ്തിരുന്നേ. സോ പകുതിക്ക് അങ്ങനെ അത് നിർത്താൻ പറ്റില്ല. സാം ദേഷ്യം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടീം ലീഡറോട് പറഞ്ഞാൽ മതി, നീലിമ പറഞ്ഞു. അവൾ സൂര്യയോടൊപ്പം പുറത്തേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും സാം അലക്സ് വീണ്ടും തടഞ്ഞു. വെയിറ്റ്, ഞാൻ ഒരാളെ വിളിച്ചു നോക്കട്ടെ. സാം അലക്സ് സൂര്യയെ തന്റെ കൂടെ നിർത്താൻ എന്തും ചെയ്യുമെന്ന് നീലിമയ്ക്ക് തോന്നി. ഒരു മനുഷ്യന് ഇത്തരത്തിൽ തരം താഴാൻ സാധിക്കുമോ എന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു. സാം അലക്സ് അപ്പോൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അത് MD കിരണിനായിരിക്കുമെന്ന് സൂര്യ ഊഹിച്ചു. കിരൺ സാമിന്റെ വാക്കിന് സമ്മതം പറഞ്ഞാൽ സാം അലക്സ് തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ വീണ്ടും ശ്രമിക്കുമെന്ന് സൂര്യ ഭയന്നു. ഫോൺ കട്ട് ചെയ്യുമ്പോൾ സാമിന്റെ മുഖം വാടിയിരുന്നു. എന്തു പറ്റി സാം, ഇനി പോവാമോ ഞങ്ങൾക്ക്? നീലിമ പുച്ഛത്തോടെ ചോദിച്ചു. സാം അലക്സ് മറുപടി പറയാതെ സൂര്യയെ തന്നെ നോക്കി. അവനെ വിട്ടുകൊടുക്കാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. സൂര്യ ജയിച്ച ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്ത് വിധേനയും ഞാൻ അവനെ എന്റെ വരുതിയിലാക്കും. നോക്കിക്കോടി, നിനക്ക് എപ്പോഴും അവനെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നോർത്തു. നീലിമയെ നോക്കി സാം അലക്സ് മനസ്സിൽ പറഞ്ഞു. നീലിമ അയാളെ തിരിഞ്ഞു നോക്കിയില്ല. സൂര്യ നീലിമയോടൊപ്പം അവരുടെ ക്യാബിനിലേക്ക് പോയി. ക്യാബിൽ എത്തിയ ഉടനെ നീലിമ സൂര്യക്കിരിക്കാൻ ചെയർ വലിച്ചിട്ടു കൊടുത്തു. താൻ ഇരിക്ക്, നീലിമ പറഞ്ഞു. മാഡം, ഒത്തിരി താങ്ക്സ്. സൂര്യ ചെയറിൽ ഇരുന്നു കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ്, താങ്ക്സ് ഒന്നും വേണ്ട സൂര്യ. എന്റെ ജോലി ഞാൻ നന്നായി ചെയ്യാൻ ശ്രമിക്കും, അത്രയുള്ളൂ. നീലിമ ബാഗിനുള്ളിൽ നിന്ന് ഒരു ബാൻഡേഡ് എടുത്ത് സൂര്യയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. സൂര്യ അത് വാങ്ങി മുറിവിൽ ഒട്ടിച്ചു. അപ്പോഴാണ് നീലിമ ആ പയ്യനെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അവൻ വളരെ സുന്ദരനായിരുന്നു. സാം അലക്സ് അവന്റെ വളർച്ച തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവൻ സിനിമയിലെത്തുമായിരുന്നു. അവന്റെ നിസ്സഹായമായ മുഖം കണ്ടപ്പോൾ സാം അലക്സ് അവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ആ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ പലതരത്തിലും ചൂഷണം ചെയ്യാറുണ്ടെന്ന് നീലിമ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ആൺകുട്ടികൾക്കും അത്ര തന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് സൂര്യയുമായുള്ള സാം അലക്സിന്റെ സംസാരത്തിൽ നിന്നുമാണ് മനസ്സിലാവുന്നത്. അവളെ തന്നെ നോക്കി നിൽക്കുന്ന സൂര്യയെ കണ്ടപ്പോൾ നീലിമയ്ക്ക് സഹതാപം തോന്നി. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ നീലിമ. നീലിമ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സൂര്യ. സൂര്യ കൈ നീട്ടി. നീലിമ അവന് കൈ കൊടുത്തു. സൂര്യ മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? നീലിമ ചോദിച്ചു. 3 സ്റ്റാർ നെറ്റ്വർക്കിൽ ഒരു സീരിയലിൽ മെയിൻ ആക്ടറായിരുന്നു. റൈറ്റ്. അല്ല, സൂര്യയുടെ ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ പാരന്റ്സ് ആരുമില്ല മാഡം. അച്ഛനും അമ്മയും പണ്ടേ വേർപിരിഞ്ഞ് താമസിക്കുക. രണ്ടുപേരും അവരുടെ കാര്യം നോക്കി പോയപ്പോ ആകെ എനിക്കുള്ളത് ഒരു പെങ്ങളാണ്. അവളും ഞാനും ഇപ്പൊ ഒരു വാടക വീട്ടിലാണ് താമസം, സൂര്യ പറഞ്ഞു. അപ്പോ സൂര്യക്ക് കാര്യമായി ആരും ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ടാവാം സാം അലക്സ് അവനെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അല്ല, അതൊക്കെ പോട്ടെ, നീ എന്താ പിന്നെ സീരിയലിൽ തിരികെ പോവാതിരുന്നത്? അത് സാം അലക്സ് സാർ എന്നെ ഇവിടെ നിന്ന് പോവാനൊന്നും സമ്മതിച്ചില്ല. ഞാൻ വേറെ എന്ത് ജോലിക്ക് ശ്രമിച്ചാലും അയാൾ ഏതെങ്കിലും വിധേന അതില്ലാതാക്കുമായിരുന്നു, സൂര്യ പറഞ്ഞു. ജോലിയിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ ജോലി നഷ്ടമാവുമോ എന്ന് പോലും ഓർക്കാതെ തന്നെ രക്ഷിച്ച നീലിമയോട് സൂര്യയ്ക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. അതുകൊണ്ട് അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവൻ മടിക്കാതെ മറുപടി പറഞ്ഞു. എന്നിട്ട് നീ ആരോടും പരാതിപ്പെട്ടില്ലേ? നീലിമ ചോദിച്ചു. ഇല്ല, MD കിരൺ സാറിന്റെ അടുത്ത സുഹൃത്താണ് സാം അലക്സ് സാർ. അയാളോട് പരാതി പറഞ്ഞാൽ എന്നെയും പെങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചേനെ. അതാ ഞാൻ പേടിച്ചിട്ട് പറയാതിരുന്നത്, സൂര്യ പറഞ്ഞു. ഇത് പറയുമ്പോൾ അവന്റെ മുഖം ആകെ വാടിയിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? നീലിമ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സൂര്യ നാണത്തോടെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞില്ല. അല്ല സൂര്യ, ഇന്റിമേറ്റ് രംഗങ്ങളിൽ എപ്പോഴെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നീലിമ ചോദിച്ചു. ജോലിയുടെ ഭാഗമായിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. ചോദ്യം കേട്ട് സൂര്യയുടെ മുഖം നാണം കൊണ്ട് ചുമന്നു. അവന് ഒരുപാട് ഭംഗി കൂടിയതുപോലെ അവൾക്കപ്പോൾ തോന്നി. ഇല്ലേ? നീലിമ വീണ്ടും ചോദിച്ചു. ഇല്ല മാം, ഒരിക്കലുമില്ല. പിന്നെ നീ ഇവിടെ അല്ലാതെ ഇതിനിടയിൽ വേറെ ജോലിക്ക് പോയിരുന്നോ? നീലിമ ചോദിച്ചു. യെസ്, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെറിയ ജോലിയൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലെ ചെലവ്, വാടക ഇതൊക്കെ കൊടുക്കണ്ടേ? സൂര്യ ചോദിച്ചു. അപ്പോ നിനക്ക് സാലറി കിട്ടാറില്ലേ? നീലിമയുടെ ചോദ്യം കേട്ട സൂര്യ മിണ്ടാതെ തല താഴ്ത്തി. കമ്പനി നഷ്ടത്തിലായിരുന്ന സമയത്തും സാലറി എല്ലാവർക്കും കൊടുത്തിരുന്നല്ലോ.
നിനക്കെന്താ കിട്ടാതിരുന്നത്? നീലിമ ചോദിച്ചു. സൂര്യ മറുപടി പറയാതെ അവളെ ദയനീയമായി നോക്കി. അയാള് അതും തടഞ്ഞു വെച്ചതാണോ? നീലിമ ചോദിച്ചു. അതെ. സൂര്യ പറഞ്ഞു. ഒരു മനുഷ്യനെ കാമത്തിന്റെ പേരിൽ സാമലക്സ് എത്ര ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. നീലിമ വെറുപ്പോടെ ചിന്തിച്ചു. അവൾക്ക് ഓർക്കും തോറും ദേഷ്യം കൂടി വന്നു. അവൾ തന്റെ ഫോണെടുത്ത് ഡയറക്ടറുടെ മുറിയിലേക്ക് കോൾ ചെയ്തു. സൂര്യ പോയ വിഷമത്തിലിരിക്കുകയായിരുന്ന സാമലക്സ് തീരെ ഉത്സാഹമില്ലാതെ ഫോൺ എടുത്തു. ഇതെന്താ മിസ്റ്റർ സാം സൂര്യയുടെ സാലറി കൊടുക്കാതെ തടഞ്ഞു വെച്ചത്? അത് നിയമവിരുദ്ധമാണെന്നറിയില്ലേ? നീലിമ ചോദിച്ചു. നീലിമയുടെ ശബ്ദം കേട്ട് സാമലക്സ് ദേഷ്യത്തോടെ നേരെ ഇരുന്നു. നീ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ? ജോലിക്ക് ചേർന്ന അന്ന് തന്നെ ഓവർ ഷോ എടുക്കാതെ പോടി, സാമലക്സ് പറഞ്ഞു. അത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു. നിങ്ങൾ ഈ കാണിക്കുന്നത് മര്യാദക്കേടാണ്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. ഫോൺ വെച്ചിട്ട് പോടി, സാമലക്സ് പറഞ്ഞു. മിസ്റ്റർ സാം, നിങ്ങളിപ്പോ എടി പൊടി എന്നൊക്കെ വിളിച്ചത് ഞാനങ്ങ് ക്ഷമിക്കുക. പക്ഷെ ഇനി ആവർത്തിച്ച മുകളിലേക്ക് ഞാനൊരു പരാതി കൊടുക്കും. അതോടെ താൻ വീട്ടിൽ ചെന്നിരിക്കും, മനസ്സിലായോ? നീലിമ ചോദിച്ചു. അവൾ അത്രയും ശക്തമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ സൂര്യക്ക് അവളോട് ബഹുമാനം കൂടി. അവളെ സാമലക്സിന് അത്ര വേഗം തളർത്താൻ സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി. അപ്പോൾ നീലിമ തുടർന്നു. എന്തേ മിസ്റ്റർ സാം, പൊടിന്ന് വിളിക്കുന്നില്ലേ? സാമലക്സ് നീലിമ പറഞ്ഞത് കേട്ട് നിന്നല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല. മുകളിലേക്ക് പരാതി പോയാൽ തന്നെ കിരണിനെ പോലും സഹായിക്കാൻ സാധിക്കില്ലെന്ന് ഇപ്പോൾ അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അയാൾ സ്വയം നിയന്ത്രിച്ചു. സൂര്യയുടെ തടഞ്ഞു വെച്ച സാലറി പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം, അതും എത്രയും പെട്ടെന്ന്. കേട്ടല്ലോ മിസ്റ്റർ സാം, നീലിമ വീണ്ടും ചോദിച്ചു. സൂര്യയെ കൈവിട്ടുപോയ കാര്യവും നീലിമ തന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടപ്പോൾ സാമലക്സിന്റെ നിയന്ത്രണം ഒരു നിമിഷത്തേക്ക് നഷ്ടമായി. ചീ, നിർത്തടി. നീ ആരാണെന്ന നിന്റെ വിചാരം? എന്നോട് കളിക്കാൻ നിന്ന നീ മര്യാദയ്ക്കിവിടെ ജോലി ചെയ്യില്ല. ഓർത്തോ, സാം പറഞ്ഞു. താൻ ആരാണെന്നും താൻ എത്ര തരം താഴുമെന്നും എനിക്ക് മനസ്സിലായി. ഇനി അത് എന്നോട് വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, നീലിമ വാശിയോടെ പറഞ്ഞു. എടി, നിന്നോടാ ഞാൻ പറയുന്നത്. മര്യാദക്ക് നടന്നോ നീ, ഇല്ലെങ്കിലുണ്ടല്ലോ. സാമിന്റെ സംസാരത്തിൽ ഭീഷണി കലർന്നിരുന്നു. താൻ എന്നെ ഒന്നും ചെയ്യില്ല. സൂര്യയുടെ സാലറി പറഞ്ഞ സമയത്തിനുള്ളിൽ റിലീസ് ചെയ്തില്ല എന്നുണ്ടേൽ കാണാം മിസ്റ്റർ സാം, നിങ്ങൾ ഈ കമ്പനിയിൽ തുടരുമോ ഇല്ലേ എന്ന്. നീലിമ പറഞ്ഞു നിർത്തി. നീലിമ, നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കറിയില്ല. താമസിയാതെ അറിയിച്ചു തരാം ഞാൻ, സാമലക്സ് പറഞ്ഞു. നീലിമയുടെ മുഖം ഇരുണ്ടിരുന്നു. താൻ ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്കും അറിയില്ല സാം. ഓർത്തു വെച്ചോ, 2 ദിവസം സമയം തരാം. സൂര്യയുടെ തടഞ്ഞു വെച്ച സാലറി അതിനകം അവന്റെ അക്കൗണ്ടിൽ വീണിരിക്കണം. ഒരു നിമിഷം വൈകിയാൽ വിവരം മുകളിൽ അറിയും. നീലിമ ഫോൺ കട്ട് ചെയ്തു. സാമലക്സ് അരിശത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സൂര്യ അപ്പോൾ അമ്പരപ്പോടെ നീലിമയെ നോക്കുകയായിരുന്നു. ഇത്ര ധൈര്യത്തോടെ ഒരു ഓഫീസിൽ ഒരു സ്ത്രീ ഒരാളോടും സംസാരിക്കുന്നത് അവൻ ആദ്യമായി കാണുകയായിരുന്നു.